ഇന്ന് നമുക്ക് യു എന്ന വാക്കിനെ കുറിച്ച് പഠിക്കാം. ഈ വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. നീ, നിങ്ങൾ, താങ്കൾ, നിന്നെ, നിങ്ങളെ, താങ്കളെ, നിനക്ക്, നിങ്ങൾക്ക്, താങ്കൾക്ക്, നിന്നോട്, നിങ്ങളോട്, താങ്കളോട് എന്നൊക്കെ യു എന്ന വാക്കിൻ്റെ അർത്ഥങ്ങളാണ്. അതായത് മലയാളത്തിൽ ഇത്രയും വരുന്ന വാക്കുകൾക്ക് പകരമായിട്ട് ഇംഗ്ലീഷിലെ യു എന്ന ഒരൊറ്റ വാക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അത് നീ എന്ന് ഒരാളെ ഉദ്ദേശിച്ച് പറയാനാണെങ്കിലും നിങ്ങളെന്ന് ഒരുപാട് ആളുകളെ ഉദ്ദേശിച്ച് പറയാനാണെങ്കിലും യു എന്ന വാക്ക് മാത്രം മതി. ഇനി നമുക്ക് യു എന്ന വാക്ക് വരുന്ന കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. യു ആർ ഓണസ്റ്റ്, നീ സത്യസന്ധനാണ് എന്നാണ് അർത്ഥം. ഇനി നിങ്ങൾ സത്യസന്ധരാണ് എന്നും അർത്ഥമുണ്ട്. കാരണം ഞാൻ പറഞ്ഞു, ഒരാളെ ഉദ്ദേശിച്ച് പറയാനാണെങ്കിലും ഒന്നിൽ കൂടുതൽ ആളുകളെ ഉദ്ദേശിച്ച് പറയുന്നതിനും യു എന്ന വാക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസിൽ യു എന്ന വാക്കിന് നീ, നിങ്ങൾ, താങ്കൾ എന്നൊക്കെ അർത്ഥമുണ്ട്. ആർ എന്ന് പറഞ്ഞാൽ ആണ്, ഓണസ്റ്റ് എന്നാൽ സത്യസന്ധനായ. ഇനി അടുത്തത്, യു ഹാവ് എ മീറ്റിംഗ് ടുഡേ, നിനക്ക് ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ താങ്കൾക്ക് ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്. 3 രീതിയിലും അർത്ഥം പറയാം. ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട്, എ മീറ്റിംഗ് ഒരു മീറ്റിംഗ്, ടുഡേ എന്നാൽ ഇന്ന്. ഇനി അടുത്തത്, ഐ നോ യു, എനിക്ക് നിന്നെ അറിയാം, അല്ലെങ്കിൽ എനിക്ക് താങ്കളെ അറിയാം, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ അറിയാം. 3 രീതിയിലും അർത്ഥം പറയാം. നോ എന്ന വാക്കിന് അറിയുക എന്നാണ് അർത്ഥം. ഐ നോ എന്ന് ഒരുമിച്ച് പറയുമ്പോൾ എനിക്കറിയാം എന്നാണ് അർത്ഥം. ഇനി അടുത്തത്, ഹൂ ടോൾഡ് യു, ആരാണ് നിന്നോട് പറഞ്ഞത്, അല്ലെങ്കിൽ ആരാണ് നിങ്ങളോട് പറഞ്ഞത്, അല്ലെങ്കിൽ ആരാണ് താങ്കളോട് പറഞ്ഞത്. 3 രീതിയിലും അർത്ഥം പറയാം. ഹൂ എന്ന് പറഞ്ഞാൽ ആര്, ടോൾഡ് പറഞ്ഞു. ഇനി നമുക്ക് യു എന്ന വാക്കിൻ്റെ മറ്റ് രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. യുവർ, യുവേഴ്സ് ഇവയാണ് യു എന്ന വാക്കിൻ്റെ മറ്റ് രൂപങ്ങൾ. ആദ്യം നമുക്ക് യുവർ എന്ന വാക്കിനെ കുറിച്ച് പഠിക്കാം. യുവർ എന്ന വാക്കിന് നിൻ്റെ, നിങ്ങളുടെ, താങ്കളുടെ എന്നൊക്കെയാണ് അർത്ഥം. ഒരു സെൻറ്റൻസ് നോക്കൂ. ഈസ് ദിസ് യുവർ കാറ്, ഇത് നിൻ്റെ കാറാണോ, അല്ലെങ്കിൽ ഇത് താങ്കളുടെ കാറാണോ, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ കാറാണോ. 3 രീതിയിലും അർത്ഥം പറയാം. ഇനി അടുത്തത് യുവേഴ്സ്. യുവേഴ്സ് എന്ന വാക്കിന് നിൻ്റേത്, അല്ലെങ്കിൽ നിങ്ങളുടേത്, അല്ലെങ്കിൽ താങ്കളുടേത് എന്നൊക്കെയാണ് അർത്ഥം. ഒരു സെൻറ്റൻസ് നോക്കൂ. ദിസ് കീ ഈസ് യുവേഴ്സ്, ഈ താക്കോല് നിൻ്റേതാണ്, അല്ലെങ്കിൽ ഈ താക്കോല് നിങ്ങളുടേതാണ്, അല്ലെങ്കിൽ ഈ താക്കോല് താങ്കളുടേതാണ് എന്നൊക്കെയാണ് അർത്ഥം.